മണ്ഡലത്തിൽ ഇപ്പോൾ മൂന്നാംഘട്ട പര്യടനം ഇന്ന് പൂർത്തിയാവുകയാണ്. അത്രയും ആവേശത്തോടു കൂടിയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. നല്ലൊരു മാറ്റം കൊണ്ടോട്ടിയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും പ്രവർത്തകരും വിശ്വസിക്കുന്നത്. പ്രവർത്തകരെല്ലാം താഴെത്തട്ടിൽ നല്ല സജീവമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. നല്ലൊരു റിസൾട്ട് കൊണ്ടോട്ടിയിൽ നിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ച ആളുകൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ അവർക്കെല്ലാം ഈ സർക്കാരിനെ പലതരത്തിൽ അനുഭവിച്ചവരാണ്. അപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭിച്ചവരുണ്ട്, ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുണ്ട്, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ സർക്കാരിനോടുള്ള സ്നേഹം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നോട് കാണിക്കുന്നുണ്ട്. വലിയ സ്വീകരണം അവരുടെ ഇടയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഈ കൊണ്ടോട്ടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഇതുവരെ വിജയിച്ചു പോയവരാരും ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നവരല്ല. അപ്പോൾ ഇപ്പോൾ മത്സരിക്കുന്നതായാലും ഞാൻ ഈ മണ്ഡലത്തിൽ നിന്നുള്ളതാണ്. ഞാൻ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ ജീവിക്കുന്ന ആളാണ്. സ്വാഭാവികമായും എല്ലാവരും എനിക്ക് അറിയുന്ന ആളുകളാണ്, എൻ്റെ പ്രദേശങ്ങളാണ്. അതിൻ്റെ ഒരു സ്വീകാര്യതയും സ്നേഹവും കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഊർജം. നമ്മൾ ആളുകൾക്കിടയിലേക്ക് ഏറ്റവും അഭിമാനത്തിലാണ് വോട്ട് ചോദിക്കാൻ ചെല്ലുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ജനങ്ങളോട് സംവദിക്കുന്നത്. അത് അവരനുഭവിച്ചതാണ്, അത് അവർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്.